ഞാൻ പാടാവേ ആദ്യം. ഡയമണ്ട്സ് പറ്റില്ല, ഇംഗ്ലീഷ് പാട്ടൊന്നും പറ്റില്ലേ? അതെന്തുവാ? സിനിമാ പാട്ട്, മലയാള സിനിമാ പാട്ടേ പറ്റും. തമിഴ് പറ്റില്ല. മലയാളം നോക്കി ഒന്നും കിട്ടൂല. കിട്ടി. പൂക്കാലം വന്നു പൂക്കാലം, തേനുണ്ടോ ഉള്ളിൽ തേനുണ്ടോ. നീ ഞാൻ അപ്പഴേ പറഞ്ഞു തമിഴും കൂടെ വേണമെന്ന്. പഠിക്കും. സമയം തീരാറായി. 1 2 3 4 5 തീർന്നു. പോയിന്റ് പോയേ. പാട്. എന്തോന്നാ പറഞ്ഞ് സമയം കിട്ടുന്നില്ല. ഞാൻ അപ്പഴേ പറഞ്ഞു തമിഴും മലയാളത്തിലൊന്നുമില്ല. തോറ്റേ. എനിക്ക് പോയിന്റോ. നീ പാടും. എന്താ കളിക്കണേ? നീ ഇവിടെ പോയിരുന്നു. എത്ര നേരം കൊണ്ട് നിന്നെ വിളിക്കുന്നു. ഞാനും എന്റെ അച്ഛനും കൂടി തോട്ടില് മീൻ പിടിക്കാൻ പോയി. തോട്ടിലോ? ഓ, ഏത് തോട്ടില്? അവിടത്തെ തോട്ടില്. എന്തോ മീൻ വല്ലതും കിട്ടിയോ? കരിമീൻ കിട്ടി. കരിമീനോ? കരിമീൻ തോട്ടില്ല, കായലല്ലേ കരിമീൻ. നീ വെറുതെ നോണ പറയാൻ. ഈ കരിമീൻ എന്ന് വെച്ചെന്താ? കരിമീൻ കേട്ടിട്ടില്ലേ? നല്ല ടേസ്റ്റാ കരിമീൻ. എൻ്റെ അമ്മ കരിമീൻ ഫ്രൈ ഉണ്ടാക്കും, കരിമീൻ കറി ഉണ്ടാക്കും. സൂപ്പറാ കരിമീൻ. കാശ് വേണം. പക്ഷെ നിന്റെ ഡാഡിയുടെ അതിൽ കാശില്ലല്ലോ. അതിന് ആര് പറഞ്ഞു എന്റെ ഡാഡിയുടെ കാശില്ലെന്ന്? എന്റെ അമ്മ ഭയങ്കര പണക്കാരിയാ. അപ്പ ആദ്യം പറഞ്ഞോ കരിമീൻ കണ്ടിട്ടില്ലാന്ന്? അത് എന്റെ അമ്മ ഇംഗ്ലീഷിലാ സംസാരിക്കണം എപ്പോഴും. അപ്പൊ ഇംഗ്ലീഷിൽ പറയണോണ്ട് കരിമീൻ വേറെ ഇരിക്കും. നീ വെറുതെ നോണോ പറയാ. പിന്നെ നമ്മള് വാങ്ങാത്തതാ, ഇഷ്ടല്ല. നോണോ പറയാ. മതി. നമുക്ക് കളിക്കാം. നീ കളിക്കണോ? എന്ത് കളി? അന്താക്ഷരി കളിക്കണോ? നീ പറ. തമിഴുണ്ട്. ഏതെങ്കിലും പാടും. തമിഴ് നീ പാട്. എന്ത് ചെയ്യുന്നു? കല്യാണത്തിന് മഴയൂട്ടാ. നിന്റെ തേങ്ങ ചേർന്നപ്പോ തിന്നാൻ പാടില്ല. കല്യാണത്തിന് മഴ പെയ്യും. ഇത് എവിടെ നടക്കണം അലഞ്ഞു തിരിഞ്ഞ് വേർത്ത് കുളിച്ച്. എന്ത് ചെയ്യാനാ? ഇതെന്തിനാ? അവിയലുണ്ടാക്കാൻ. മഞ്ഞ പച്ച? എന്ത് മഞ്ഞ പച്ച? പച്ച അവിയൽ കണ്ടിട്ടുണ്ടോ നീ? പിന്നെ ഏതാ? നമ്മളിവിടെ സാധാരണ ഉണ്ടാക്കണ അവിയല് മഞ്ഞയാണോ പച്ചയാണോ ആവോ. ഇന്ന് വേറെന്താ കടിയുണ്ട്? ഇന്ന് വേറൊന്നുമില്ല, തോരനുണ്ട്. മീനോ? മീനില്ല. എന്താ കാര്യം? ഇല്ല, മീനുണ്ടോ? അതെന്തേ? മീൻ മേടിച്ചില്ല, മീൻകാരൻ വന്നില്ല. അമ്മ, ഈ മറ്റേ നമ്മളെ കരിമീൻ സൂപ്പറാണോ? എന്താ കരിമീൻ? സൂപ്പറാണോ? ഭയങ്കര ടേസ്റ്റ് ആണോ? ഭയങ്കര ടേസ്റ്റ്. അത് ഈ സായിപ്പന്മാരൊക്കെ എപ്പോഴും വന്ന് കഴിക്കണ അതുകൊണ്ടല്ലേ. അമ്മ വെച്ചിട്ടുണ്ടോ? അമ്മ കഴിച്ചിട്ടുണ്ട്. എപ്പോ? അമ്മ ചെറുപ്പത്തിലൊക്കെ ഇഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട്. അത് പണക്കാർക്ക് വാങ്ങാക്കൂലല്ലേ? ആര് പറഞ്ഞു? എന്റെ ഫ്രണ്ട് പറഞ്ഞു നിന്നെ പോലെ ആൾക്കാർക്കൊന്നും വാങ്ങാക്കൂല, നല്ല പൈസ വേണം. എന്റെ അച്ഛൻ ഗൾഫില്ല, അതുകൊണ്ട് ഞാൻ എപ്പോഴും കഴിക്കുമെന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ അമ്മ ഭയങ്കര പണക്കാരിയാന്ന് പറഞ്ഞു. നിന്റെ അമ്മ പണക്കാരി അല്ലല്ലോ. പേഴ്സിൽ കുറെ ചില്ലറ ഉണ്ടല്ലോ. അത് ചില്ലറയല്ല, അത് പണക്കാരിയാണെങ്കിൽ അത് ഒരുപാട് കൂട്ടി വയ്ക്കുമ്പോ. എന്താ ഉദ്ദേശം? എനിക്ക് ഇന്ന് കരിമീൻ വാങ്ങിച്ചേരാ. അയ്യടാ, എനിക്കറിയായിരുന്നു ഇപ്പൊ എന്തോ തീറ്റക്കാരിയായിട്ടാ വന്നേക്കണേന്ന്. നിനക്ക് ഓരോ ദിവസം ഓരോ തോന്നലാണോ മോനെ? കഴിഞ്ഞ ആഴ്ച നിനക്ക് ഒട്ടകത്തിന്റെ ഇറച്ചി വേണമെന്ന് പറഞ്ഞല്ലോ. ഒട്ടകം ഇവിടെ കിട്ടൂലല്ലോ, ഞാൻ എന്റെ ഒരു ആഗ്രഹം പറഞ്ഞല്ലേ. ഇതാ ഇവിടെ കിട്ടും, വാങ്ങിച്ചു തരൂ. പൊയ്ക്കേടി എന്നിട്ട് അമ്മ വാങ്ങിച്ചു കരിമീൻ. വാങ്ങിച്ചു തരാം. ഇന്ന് വാങ്ങിച്ചു തരൂല, എന്നെങ്കിലും മേടിച്ചു തരാം. എനിക്ക് ഇന്ന് കഴിക്കണോ? ഇന്നിപ്പോ ഞാൻ എവിടെ പോവാനാ? ദേ തക്കിളി മോനെ, അവൾ എന്നെ കൊതിപ്പിച്ചു. പൊരിച്ചു വെച്ചാൽ നല്ല ടേസ്റ്റ്. നീ അങ്ങോട്ട് പറഞ്ഞാൽ മതി, ഞാൻ കഴിച്ചെന്ന് പറഞ്ഞാൽ മതി. ഞാൻ അപ്പൊ പറഞ്ഞു കഴിച്ചില്ല. അല്ല, ഇന്ന് ചെന്നിട്ട് പറയണം എന്റെ അമ്മ കരിമീൻ മേടിച്ചു തന്ന് ഞാൻ കഴിച്ചെന്ന് പറയണം. അങ്ങനെ കള്ളം പറയണ്ട. അതിനെക്കാട്ടി നല്ല അമ്മ എനിക്ക് വാങ്ങിച്ചു തന്നല്ലേ. വാങ്ങിച്ചു തരാന്ന് പറഞ്ഞാലും നിനക്ക് ഇന്ന് തന്നെ വേണമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് സമയം തീർന്നില്ലല്ലോ. പോയി സമയം തീർന്നിട്ട് കാര്യമുണ്ട്. ഇത് മേടിക്കാൻ പൈസ വേണ്ടേ? ചാളയിലെ മേടിക്കണ പോലെ അല്ല. പൈസ എത്ര രൂപ കൂടി പോയോ? 500. 500 രൂപ കിട്ടൂല. 500 രൂപയ്ക്ക് 2 എണ്ണം അങ്ങനെ കിട്ടും. അത് 2 എണ്ണം മതിയല്ലോ, വലുതല്ലേ. ഓടി അവിടെ നിന്ന്. നീ അമ്മ നീ ഡാഡിനോട് പറ, ഡാഡി മേടിച്ചു തരും. ഡാഡിനോട് പറഞ്ഞാൽ നടക്കേന്നില്ല.
വേണ്ട. പ്ലീസ് അമ്മ. എന്റെ ചക്കരയല്ലേ ആ പറഞ്ഞേ. ഓ എന്നിട്ട് പോ. പോ എന്നെ വാങ്ങിയോളൂ. എന്നിട്ട് പോ. എന്നെ വാങ്ങിയാലോ? ഇനി ഞാൻ എന്തെങ്കിലും മേടിച്ചു തരാന്ന് പറഞ്ഞു. ഇനി ഞാൻ മേടിച്ചേ തരില്ല കേട്ടാ നിനക്ക്. ഇനി ശരി, ഇന്ന് വാങ്ങിച്ചാൽ പിന്നെ എനിക്ക് ജീവിതത്തിലേ വേണ്ട. ഓക്കെ ഞാനേ എന്നിട്ട് വെക്കടി. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. സുഖാണോ? സുഖം. ഇവിടെ എന്തോ കഴിക്കാൻ? ഇവിടെ ഇഡ്ഡലിയും സാമ്പാറും. ഇപ്പഴല്ല, ഉച്ചക്ക്. ഉച്ചക്ക് സാമ്പാറുണ്ടല്ലോ. അയ്യോ, അപ്പൊ മീനൊന്നും വെക്കൂലേ? മീൻ വെക്കും, വെക്കും. പക്ഷെ ഇന്ന് സാമ്പാറുണ്ടല്ലോ. ഇനിയിപ്പോ ഇതിന് വേറെ കറി ഉണ്ടാക്കണം. അയ്യേ, ചോറും സാമ്പാറും. ആ, എന്താ നല്ലതല്ലേ? ഈ രാഗിയന്റെ മീൻ ഇഷ്ടാണോ? എനിക്ക് മീൻ ഇഷ്ടാ. എനിക്ക് മീനാ ഇഷ്ടം ഇറച്ചിനേക്കാളും. ഈ ദുബായിലൊക്കെ കിട്ടോ? ദുബായിൽ കിട്ടുമോന്നോ? കിട്ടോ. അവിടെ സൂപ്പർ മാർക്കറ്റിൽ ഇങ്ങനെ അടുക്കി പറക്കി വെച്ചിട്ടുണ്ടാവും. ഏത് മീനാ വേണ്ടെന്ന് വെച്ചാൽ പോയി നോക്കി എടുത്താൽ മതി. ആണോ? അങ്ങനെയാണോ? അതിന് അവിടെ കരിമീൻ എങ്ങനെയാ? കരിമീനൊക്കെ ഇത്ര സൈസ് ഉണ്ടാവും. സൂപ്പറാണോ? ഭയങ്കര സൈസ് ആയിരിക്കും, നല്ല ടേസ്റ്റ് ആയിരിക്കും. കരിമീൻ ടേസ്റ്റ് ഉണ്ടോ? പിന്നെ ഭയങ്കരമായിരിക്കോ? അടിപൊളിയല്ലേ? ഫ്രൈ ചെയ്ത് കഴിക്കണം. രസാന്നറിയോ? അല്ല, അതിനവിടെ കായലില്ലല്ലോ. അതിപ്പം കരിമീൻ നമ്മൾ ഇവിടുന്ന് കയറ്റി വയ്ക്കുമല്ലോ അങ്ങോട്ട്. ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങളൊക്കെ അങ്ങോട്ടാ കയറ്റി വയ്ക്കുക. തക്കളിക്ക് അറിയോ അത്? ചെമ്മീൻ, പിന്നെ കൂന്തൽ എന്ന് പറഞ്ഞ സംഭവമില്ലേ, ആ അത്, കല്ലുമ്മക്കായ, പിന്നെ ഏറ്റവും ബെസ്റ്റ് സാധനങ്ങൾ സീ ഫുഡും ഷെൽ ഫിഷും ഇതൊക്കെ അങ്ങോട്ട് ഏറ്റവും അധികം അയറ്റി വയ്ക്കുക. എന്നിട്ട് ഇവിടെ ലോ ക്വാളിറ്റി സാധനങ്ങളാ തരിക. ഇനി ഇവിടെ നിന്നുള്ള നല്ല സാധനങ്ങളല്ല അവിടെ അയക്കണം. അപ്പൊ ഇവിടെ സൂപ്പർ ആയിരിക്കുമല്ലോ. ഇവിടെ സൂപ്പർ ആയിരിക്കും, പക്ഷെ ഇവിടെ ഉള്ളവർക്ക് കിട്ടൂല, ഉപകാരം ഉണ്ടാവില്ല. അതങ്ങനെയാ. അപ്പൊ നമുക്ക് അവിടെ ഉള്ളവർക്ക് സുഖമായിട്ട് അതൊക്കെ കഴിക്കാം. പക്ഷെ ഇവിടെ കായലിൽ നിന്നൊക്കെ പിടിക്കാൻ നല്ലതാ. പറിക്കാനോ? പിടിക്കണേ. ആ പക്ഷെ കിട്ടില്ലല്ലോ. എന്നിട്ട് അവിടത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ കൊണ്ടുപോയിട്ട് ഇങ്ങനെ അടിക്കും, നല്ല വൃത്തിയിൽ ഐസൊക്കെ ഇട്ടിട്ട് വെക്കും. ഇവിടുത്തെ സാധനമല്ലേ ഇത്? വെറൈറ്റി ഒന്നും അല്ലല്ലോ. വെറൈറ്റി പറഞ്ഞാൽ ഏറ്റവും നല്ല സാധനം. അവിടെ കരിമീൻ കിട്ടോ? ഞാൻ പറഞ്ഞില്ലേ കരിമീൻ കിട്ടുന്ന്. അതിങ്ങനെ വലുതായിരിക്കും. എന്നിട്ട് അവർ നമ്മള് സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് അതിന്റെ ഇതൊക്കെ കളഞ്ഞ് നല്ല കഷ്ണൊക്കെ ആക്കി തരും. അത് വയ്ക്കറിയാമോ? വെക്കാൻ അറിയോ ചോദിച്ചാല് ഞാൻ വെക്കും, പിന്നെ ഫ്രൈ ഒക്കെ ചെയ്യും. പിന്നെ എന്താന്നറിയോ ഒരു ഗുണമുള്ളത്, അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ മുളകും മഞ്ഞളൊക്കെ പരത്തിയിട്ട്. അപ്പൊ നമുക്ക് അത് അവിടെ നിന്ന് വാങ്ങിച്ച് കൊണ്ടുവരിക, എന്നിട്ട് ഇവിടെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് ഫ്രൈ ചെയ്യുക. അത്രേ ഉള്ളൂ. കറി അറിയില്ലല്ലേ? കറി ഞാൻ വെക്കാറുണ്ട്. ഇവിടെ വാങ്ങോ കരിമീൻ? വാങ്ങൂലേ? ഇവിടെ എനിക്ക് അറിഞ്ഞൂടാ നല്ല കരിമീൻ എവിടെ കിട്ടാന്ന്. അത് മാത്രല്ല, കരിമീൻ പണക്കാർക്കല്ലേ വാങ്ങാക്കോളൂ. നല്ല വിലയാ. വാങ്ങൂലല്ലേ? ഞാൻ നോക്കട്ടെ, ഞാൻ അമ്പിളിച്ചേട്ടനോട് പറയണുണ്ട് ഇവിടെ. പക്ഷെ ഭയങ്കര പൈസ അല്ലേ, വാങ്ങാക്കോ? ഓ, പൈസക്ക് ഇപ്പൊ എന്താ, നമുക്ക് ഇഷ്ടമുള്ള സാധനം എന്താന്ന് വെച്ചാൽ അത് പൈസ നോക്കരുത്, അതങ്ങോട്ട് കയറി വാങ്ങിച്ചോളണം. ഈ ദുബായ് ഇതിന്റെ ഇരട്ടി ആയിരിക്കൂലേ പൈസ? ഞാൻ എന്താന്നറിയോ, സത്യം പറഞ്ഞ ഈ വിലയൊന്നും നോക്കാറില്ല. ഞാൻ ഇതൊക്കെ ഇങ്ങനെ എടുത്ത് വാങ്ങിക്കും. എനിക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാൽ പോവാ ചെല്ലാ എടുത്ത് വാങ്ങാം. എന്ത് രസല്ലേ, നല്ല രസമാണ് ഷോപ്പിംഗ് ചെയ്യാനായിട്ട്. ഇനി കരിമീൻ വാങ്ങുമ്പോ എനിക്ക് തരണേ. അങ്ങനെയല്ല, ഞാൻ കഴിച്ചിട്ടില്ല, അമ്മ വാങ്ങാറില്ല. ആണോ? ഞാൻ വാങ്ങിച്ചു തരാം കേട്ടോ. അമ്മ കഴിക്കൂല, അതുകൊണ്ടാ വാങ്ങാത്ത, വേറെ ഒന്നല്ല. വാങ്ങൂല. ഓയ് ആ ചേച്ചി മീനൊന്ന്. എന്ത് മീനാ? നൊത്തോലിയുണ്ട്, അയലുണ്ട്, കല്ലുമുട്ടിയുണ്ട്. സിലോപ്പി ഉണ്ടോ? ആ, ഒരു മിനിറ്റ്. ഓ പെട്ടെന്ന് വരുമോ? രാഗിയേ, മീൻ മേടിക്കണ്ടോ? അതെ, മീൻ വന്നേക്കണോ? ഏതാണ് ചേച്ചി? എവിടെ സിലോപ്പി? എവിടെ? ഓ, ഇത് തീരെ പൊടിയാണല്ലോ. ഈ സൈസൊക്കെ ഉള്ളൂ. പിന്നെ സിലോപ്പി ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഏറ്റവും വലുതോ? ചീഞ്ഞ പച്ചമീനല്ല അല്ലേ? ചീഞ്ഞ കഴിഞ്ഞാൽ വെള്ളയാവും. പച്ചയോ? ഇത് ബ്ലാക്ക് ഫിഷ് അല്ലേ? ബ്ലാക്ക് കളർ പച്ചയെന്ന് പറഞ്ഞു. അയ്യോ, ചീഞ്ഞതല്ലാന്ന് പറഞ്ഞതാ, ഫ്രഷ് ആണെന്ന്. ഒന്ന് നോക്കട്ടെ, പച്ചയൊന്ന് നോക്കട്ടെ. അത്ര
പച്ചയൊന്നും ഇല്ല. നല്ല ചോര ഉണ്ട്. എന്താ വില? ഇത് 200 രൂപയ്ക്ക് എടുക്കാം. 200 രൂപയോ? ആ എന്താ സ്വർണം രണ്ട് കിട്ടിച്ചത്? നല്ല കിട്ടാനില്ലാത്ത സാധനമല്ലേ. പിന്നെ പിലോപ്പ് ഇവിടെ ഒന്നും കിട്ടാനില്ല. ഇന്ന് പൊയ്ക്കുന്നു. എന്നാലും 100 രൂപയ്ക്ക് തരും. 100 രൂപയ്ക്കോ? 150. 100 രൂപയ്ക്ക് തരാം. 100 രൂപയ്ക്ക്. പക്ഷെ ഇത് നന്നാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ? നന്നാക്കി എടുക്കാനൊക്കെ പാടാ. പക്ഷെ ഇന്ന് ഇതും കൊണ്ട് ആവശ്യമുണ്ട്. ഞങ്ങൾ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് കിട്ടും. അതൊക്കെ നല്ല കാര്യമാണ്. ഇതിപ്പോ ഇന്ന് മേടിച്ചില്ലെങ്കിൽ ഇന്ന് ആകെ പ്രശ്നമാവും വീട്ടില്. ഇന്നത്തെ തക്ലിയുടെ ഭ്രാന്ത് അവൾക്ക് കരിമീൻ വേണമെന്ന്. കരിമീൻ ഞാൻ ഇവിടെ പോവാനാ? ഇത് കരിമീനല്ലല്ലോ. കരിമീനല്ല, ഇത് കൊടുത്ത് ഞാൻ പറ്റിക്കും കരിമീനാന്ന് പറഞ്ഞു. ചേച്ചി കരിമീൻ എടുക്കട്ടോ? കരിമീൻ ഇല്ലല്ലോ. കരിമീൻ ഇല്ല, കൊണ്ടുവരാം വൈകിട്ട്. എന്നിട്ട് എന്റെ വീടിന്റെ ആധാരം മേടിക്കാനല്ലേ? ഇല്ല, വലിയ പൈസ ഒന്നുമില്ല, 1000 രൂപയൊക്കെ ഉള്ളൂ. അയ്യോ വേണ്ട. പിന്നെ 1000 രൂപയ്ക്ക് 4 മീനുണ്ടാവും. ഒരു നേരത്തേക്ക് തികയോ? ഇല്ല, 4 എണ്ണം വേണ്ട. വലുതാണ്. വേണ്ട സോദരാ, വേണ്ട. ശരി എന്നാ പറ്റില്ല, എഴുതിക്കോട്ടെ പൈസ. ചേച്ചി വല്ലപ്പോഴും 50-100 രൂപയ്ക്ക് മീൻ വാങ്ങിയിട്ട് എന്റെ ചേച്ചി. ഞാനിനി വീട്ടിൽ നിന്ന് ഓടിപ്പോകാനൊന്നും പോകണില്ല. അടുത്ത ആഴ്ച തരാം. ഓ ശരി, പോട്ടോ. ഞാനിത് പോയി വെട്ടി കഴുകി വെക്കട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് ഇത് കൊടുക്കണം. തട്ടിക്കളയരുത്. ആയിട്ടില്ല, വെക്കട്ടെ. അതെങ്ങനെ അങ്ങോട്ട് ആവോ? ഇവളെല്ലാം നശിപ്പിക്കുമെന്ന്. അമ്മേ, ഇതിന്റെ കറയൊക്കെ എവിടെ പോയി? ബ്ലാക്ക് കറയോ? ആ, മറ്റേ ഒരു ബ്ലാക്ക് തൊലിയൊക്കെ നല്ല വെളുത്ത്. തേച്ച് കഴിയുമ്പോ വെളുക്കും. ഹായ്, അല്ല ഇത് കറിയല്ലേ, എനിക്ക് പൊരിക്കണം. പൊരിക്കാനോ? പൊരിക്കാൻ പാടില്ല. അമ്മ എന്തുവാ അമ്മ? ദേടി പൊട്ടി. വിട്. നാളെ മീൻ വരട്ടി വെച്ചിട്ട് അങ്ങനെ തന്നെ അവള് കമത്തി താഴ്ത്തോട്ടിട്ട്. അത് അമ്മ, ഇത് ഞാൻ നക്കി നോക്കിക്കോട്ടെ. എന്റെ കുഞ്ഞ്, നിനക്ക് എന്താ അത് വറുത്തിട്ട് നിനക്ക് തരാ ഞാൻ. വറുക്കാന്ന് പറഞ്ഞ ഇതിപ്പോ എപ്പോഴാ? സമയം എത്രയായിരുന്നോ? എത്രയായി സമയം? എനിക്ക് വിശക്കണ 1 മണി ആവാറായി. 1 മണി ആവാറല്ലേ ആയുള്ളൂ. 1:30 ആകുമ്പോ ഭക്ഷണം കഴിക്കാം. അമ്മ, അയച്ചിട്ട് ഒന്ന് പെരട്ടി ഇരിക്കട്ടെ മോനെ. ഇത് വേവിക്കാൻ നേരത്തെ അതിന്റെ അകത്ത് ഉള്ളി കയറി പോയി പിടിച്ചോളൂ. അങ്ങനെ പിടിക്കാൻ പറ്റില്ല. ബാക്കിയൊക്കെ റെഡിയായോ? ബാക്കിയെല്ലാം റെഡിയായി. എങ്കിൽ ഇതിനടുത്ത് അങ്ങ് വയ്യമ്മ, എന്റെ ഒരു സമാധാനം. കൊച്ച ഉള്ളി പൊളിക്കട്ടേടി. നീ എന്താ കിടന്ന് മരിക്കണേ? ഒരു കാര്യം ചെയ്തേ, ദേ ഈ തേങ്ങ അവിടെ ഇരുന്ന് ചരണ്ടിക്കോ. തേങ്ങ എനിക്ക് കണ്ടിട്ട്. ചിരവെടുത്തുണ്ടോ? ചെല്. എവിടെ? അവിടെ ഉണ്ടാവും ചിരവ. എന്തേ? എനിക്കറിയില്ല. അവിടെ പോയി നോക്ക്. അമ്മ, ഓ, കരിമീൻ കൊണ്ടുവാ. ദേ എടുക്കട്ടെ മോളെ. മക്കളി, ഇതേ കരിമീന്റെ കുഞ്ഞാട്ടോ. ശരിക്കും കരിമീൻ ഇച്ചിരി കൂടി വലുതായിരിക്കും. കയ്യിൽ മുള്ളു കൊള്ളാതെ പതുക്കെ തിന്ന്. നീ തന്നെ തിന്നത് മുഴുവൻ. അവിടെ ഇനി വറുക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്നോ പൊന്നെ ഒരു കരിമീൻ കുറിച്ച്. ഇത് സൂപ്പർ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഫുൾ ഞാൻ തന്നെ. എനിക്ക് വേണ്ട. ഇഷ്ടപ്പെട്ടാ? ഇതെപ്പ ഇറങ്ങി? സമയമായി. ചോറ് എടുക്കട്ടെ? ഞാൻ കഴിക്കാം. മക്കള് കഴിക്കാം. സൂപ്പർ സൂപ്പർ അല്ലേ? ഇത് കരിമീനാണോ? ഇത് കരിമീനല്ലല്ലോ, ഇത് തിലോപ്പിയല്ലേ? ആ മീൻ തന്നെ. എനിക്ക് ഇത് അയ്യോ, എനിക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ട് അമ്മ വാങ്ങിച്ചോണ്ടെന്ന കരിമീൻ. എന്റെ പൊന്നും നിന്നെ പറ്റിച്ചതാണ്. എന്താടി കണ്ണ് കവളും കാണിക്കുന്നത്? നീ എന്തോ ഇങ്ങനെ എന്തോന്ന്? കരിമീനാണെന്ന് പറയാം. മക്കളെ, നിന്നെ പറ്റിച്ചതാണിത്. ഇത് കരിമീനല്ല. അമ്മ ഈ കരിമീൻ കണ്ടാർന്നൂടെ? എന്തിനാണ് കൊച്ചിനെ പറഞ്ഞു പറ്റിക്കുന്നത്? അതിന് പോട്ട് മക്കൾ കഴിക്കുക. പറ്റിച്ചതെന്ന് പറഞ്ഞാ കരിമീനും പിലോപ്പിയും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലല്ലോ. വ്യത്യാസം ഇല്ലയോ? ഇപ്പൊ ഞാൻ ഈ കരിമീൻ എവിടെ പോകാൻ? അവള് രാവിലെ മുതൽ കരിമീൻ വേണം എന്ന് പറഞ്ഞു. കൊച്ചിനത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കൊച്ചിന്റെ അടുത്ത് പറയണം, മക്കളെ കരിമീൻ കിട്ടിയില്ല, ഇത് തിലോപ്പിയാണെന്ന്. എന്തിനാണ് ഈ കൊച്ചിനെ ഇങ്ങനെ പറ്റിക്കുന്നത്? കൊച്ചിലെ എന്റെ അമ്മ, ഇവക്ക് അതിന് ഓരോ നേരം ഓരോ തോന്നല. കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അവന് അവൾക്ക് മാനിന്റെ ഇറച്ചി തിന്നണം, ഒട്ടകത്തിന്റെ ഇറച്ചി തിന്നണം. അത്രയൊക്കെ ഉള്ളൂ. ഒരു പൂതി, അത്രേ ഉള്ളൂ. എന്ന് വെച്ചാൽ പറ്റിക്കരുത്. നിന്നെയൊക്കെ എങ്ങനെയാണ് വളർത്തിയത്? ഞാൻ എന്നും കരിമീന് വേണ്ടി കരിമീനെന്നല്ല, നിനക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തന്നെയാ വളർത്തിയത്. അമ്മയ്ക്ക് പോരുമ്പോഴത്തേനും അവിടെ നല്ല കരിമീൻ കിട്ടുമല്ലോ. കൊണ്ട് പറയണ്ടായിരുന്ന ഇവിടെ കരിമീൻ നമുക്ക് വേണോന്നുള്ളത്. ഞാനെന്നാ കൊണ്ടുവന്ന് കൊടുക്കുമായിരുന്നു. ഇപ്പൊ എന്നെ കൊണ്ട് പറ്റുന്ന ചെയ്ത്
നല്ല വെച്ച്. കിണങ്ങാതെ എൻ്റെ പൊന്നുമോള് കഴിക്കും ഇനി അമ്മ അല്ലാതെ ഊണ് കഴിക്കാൻ സമയമായോ ആകെ പ്രശ്നമായി. അമ്മ എപ്പോ വന്ന് ഞാൻ കുറച്ച് നേരം നിന്നിട്ട് എന്ത് കണ്ടാ കണ്ണില് എരിവ് പോയാ ശരി എന്റെ പൊന്നെ, രാവിലെ കരിമീൻ വേണോന്നും പറഞ്ഞ് ബഹളം. ഞാൻ എവിടെ നിന്ന് എടുക്കാനാ? ഞാൻ പിലോപ്പി കരിമീനാന്നും പറഞ്ഞു. അതാണ് വേല. നീ കരിമീൻ വേണമെന്ന് കൊച്ചൊരു ആഗ്രഹം പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞോടി. ഓ പറഞ്ഞ ഇപ്പൊ തന്നെ കൂടെ ഇറക്കും. പോളിറ്റോന്ന് പറഞ്ഞില്ലല്ലോ ഇപ്പൊ തെറ്റു മുഴുവൻ എന്റെ. ആ പറഞ്ഞാ ഞാൻ എന്താ മേടിച്ചു കൊടുക്കാൻ എന്താണ് അവക്ക് മേടിച്ചു കൊടുക്കാതിരുന്നിട്ടുള്ള എന്നാ പിന്നെ മേടിച്ചു കൊടുക്കുന്ന നാളെ അതേ ഡാഡി മേടിച്ചു തരും. ഇന്ന് വാങ്ങിച്ചു കൊടുത്താൽ കുഴപ്പമുണ്ടോ? നടക്കണ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറക്ലിറ്റോ. പിന്നെ എന്റെ കൊച്ചിന് ഇച്ചിരി കരിമീൻ മേടിച്ചു കൊടുക്കണം ആന കാര്യമല്ലേ. ഓ നമ്മുടെ മോളല്ലേ കഴിക്കും. സോറി. കരിമീൻ പൊള്ളിച്ചത്. അതെ, രാവിലെ അമ്മയും മോളും കൂടെ അടുക്കള സംഭാഷണം നടത്തുന്നത് ഞാൻ കേട്ട്. അപ്പൊ എനിക്ക് എന്റെ കൊച്ചിന് തന്നെ ഇത് വേണമെന്ന് എനിക്ക് അറിഞ്ഞൂടെ? അവിടെ ഞാൻ മേടിച്ചിട്ടുണ്ടാ. ആർക്കും കൊടുക്കണേ, എൻ്റെ മോള് മാത്രം കഴിച്ചോ. ആർക്കും കൊടുക്കരുത്. ഇല്ല, അതൊന്ന് വെളിയിലെടുക്കടി. അമ്മ എടുക്ക്. ഇതുപോലെയാണോ അത്? അല്ലല്ലോ. ആ അതാണ് ഇത്. അപ്പൊ അമ്മയ്ക്കില്ലേ? അമ്മയ്ക്ക് ഉമ്മയില്ലേ, ദാ ഇതാണ് കരിമീൻ. ഇനി ഒരിക്കലും എന്നെ ഈ ഫിലോപ്പി വാങ്ങിച്ചോണ്ടെന്ന് കരിമീൻ എന്ന് പറഞ്ഞ് പറ്റിക്കരുത്. ഇത് നല്ല കരിമീന. ഇത് മക്കൾക്ക് അവളെ ക്ലീറ്റസിന്റെ മോളാ. സോറി. ഓക്കെ. അമ്മയ്ക്ക് വേണ്ട, മക്കള് കഴിച്ചോ. മുളക് മുളക് Alien versus Alien.